ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഞാനിത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോ നിന്നാണോ മേടിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 100 സംതിങ്ങിന് മേടിച്ചതാണ്. ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുള്ള മടി കൊണ്ട് പ്ലാസ്റ്റിക് ചെടികൾ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാവുമ്പോൾ ചീത്താവില്ല, പിന്നെ ഫ്യൂച്ചറിലേക്കൊരു അവിടെ ഇരുന്നോളൂല്ലോ. മറ്റേതാവുമ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി വരുമ്പോഴേക്കും അതൊക്കെ ചീത്തയായി പോവും. പിന്നെ ഇത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുപ്പുണ്ടല്ലോ, ഈ കുരുപ്പ് വന്നതോടുകൂടി പരിപാടി മൊത്തം കോളായി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ, ക്യാമറയിൽ എന്നെ കാണുന്നതൊക്കെ. പിന്നെ ഈ കോല് പോലത്തെ സാധനം നമ്മളിങ്ങനെ നിവർത്തി കോലുമ്മയ്ക്ക് ഇതുപോലെ ഇലകളിങ്ങനെ കുത്തി വയ്ക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ വരുന്നത്. പിന്നെ ഏതെങ്കിലും ചട്ടി എടുക്കുക, ചട്ടിയിൽ നമ്മൾ കുറച്ച് മണ്ണോ കല്ലോ നിറച്ച് അതിലേക്ക് കുത്തി വയ്ക്കുക. സിമ്പിൾ പ്രോസസ്സായിരുന്നു. പക്ഷേ ഇത് കുത്തി വന്നപ്പോൾ എൻ്റെ പുത്രൻ വന്നു. പുത്രൻ വന്നു കഴിഞ്ഞതിന് ശേഷം പുത്രന് പിന്നെ ഇത് വേണം. പിന്നെ ഇത് കാവടി തുള്ളി പോകേണ്ട അവസ്ഥയായി. ഇത് ആൾ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെ പറക്കാം എന്ന്. ഇത് ഞാൻ എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളതൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചപ്പോൾ അവസാനം ഇവൻ്റെ ആക്രാന്തം കണ്ടപ്പോൾ ഞാനിതെന്ത് ചെയ്തു, ഒളിപ്പിച്ചൊരു സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതേ കണ്ടില്ല, ആൾക്ക് പിന്നെ ഇവിടെ പിടിവലിയായി. ആൾക്കും വേണം എനിക്കും വേണം. ഞാൻ തെറ്റില്ല പറയും, അപ്പോൾ ആൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ആൾക്കിത് മൊത്തം ഇത് മൊത്തം പറിച്ചെടുക്കണം. അതാണ് ആളുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഏത് വൈബ്? മൊത്തം നശിപ്പിക്കൽ വൈബ്. ആ ഒരു അവസ്ഥയാണ് ഗൈസ്. ഞാനിത് മൊത്തത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇതേ ഇവിടെ കാവടി ആടാനായിട്ട് കൊണ്ട് നടക്കുന്നത്. ലാസ്റ്റ് അത് മൈക്കിൾ ബേബി കൊണ്ടുപോയിട്ട് ഇതേ ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഇത് അവസാനം ഞാൻ ഒരു ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മണ്ണൊക്കെ അതിൽ കുത്തി നിർത്തി ഞാനിത് അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്ത് ചെയ്യൂ പറ.